സ്പോട്ടിലാണ് അവർ ഈ പറയുന്ന അവാർഡായാലും എന്തെങ്കിലും തരാം. രണ്ടിന് എലിജിബിലിറ്റി വന്നിട്ടുണ്ട്. ഏഷ്യ റെക്കോർഡ്സിലും വന്നിട്ടുണ്ട്, ഗിന്നസിലും വന്നിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ ഒരു കോയിൻസിഡന്റ്, അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമിനെ എന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഹൈറ്റ് കൂടുതലാണ് എന്ന് വിചാരിച്ച് എന്നെ എടുത്തില്ല. അങ്ങനെയാണ് 6th സ്റ്റാൻഡേർഡിൽ തുടങ്ങുന്നത്, പഠിപ്പിച്ചു തുടങ്ങുന്നത്. ഒരു വയ്യായിക വന്നിട്ടായിരുന്നു, കോൾഡ് പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഞാനപ്പാനെ ഞാൻ വീട്ടിലിരുന്ന് ഫുള്ള് കേൾക്കുന്നത്. നമ്മൾ കേൾക്കാറുണ്ട്, എന്നാലും ഫുള്ള് കേൾക്കുന്നത്. അപ്പോൾ ഒരു ആലോചന വന്നു, എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ. അപ്പോൾ സ്ലോട്ട് എടുക്കാൻ ചെന്ന ആ ഒരു സിറ്റുവേഷനെ മാറി അവിടുത്തെ ക്ഷണപ്രകാരം ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ ക്ഷണപ്രകാരം ആ ഒരു പരിപാടി ചെയ്യാൻ പറ്റി. നമസ്കാരം. GCC 24 ലൈവിന്റെ ഇന്നത്തെ നമ്മുടെ അതിഥി UAE കലാ സാംസ്കാരിക രംഗത്ത്, പ്രത്യേകിച്ച് നൃത്തരംഗത്ത് കഴിഞ്ഞ 30 വർഷത്തിലേറെയായി നൃത്ത അധ്യാപികയും നർത്തകിയുമായി തിളങ്ങി നിൽക്കുന്ന ശ്രീമതി അനുപമ വി പിള്ളയാണ്. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. അനുപമ, കഴിഞ്ഞ 30 വർഷം എന്ന് പറയുമ്പോൾ ശരിക്കും എന്നാണ് നൃത്തം അഭ്യസിച്ചു തുടങ്ങിയത്? അതുപോലെ എന്നാണ് ഒരു നൃത്ത അധ്യാപികയായി തുടങ്ങിയത്? ഞാൻ ഒരു 6ാം ക്ലാസ്സിലാണ്, അതായത് ഗ്രേഡ് 6ലാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. അത് നമ്മൾ പറയുമ്പോൾ ഒരു അതെ 30 ഇയേഴ്സ് എന്ന് പറയുമ്പോഴും എന്താ 30 ഇയേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. അത് 6ാം ക്ലാസ്സിൽ ഒരു കോയിൻസിഡന്റ്, അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമിനെ എന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഹൈറ്റ് കൂടുതലാണ് എന്ന് വിചാരിച്ച് എന്നെ എടുത്തില്ല. അപ്പോൾ വീട്ടിൽ വന്ന് എടുത്തില്ല എന്ന് പറഞ്ഞു. കുഞ്ഞു കുട്ടിയാണല്ലോ. അപ്പോൾ ആ സമയത്ത് കരഞ്ഞപ്പോൾ ബ്രദറാണ് ചോദിച്ചത്, എന്താ സ്ഥിരമായിട്ട് വീട്ടിൽ കളിക്കുന്ന കണ്ടതുകൊണ്ട് എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാ, കുറച്ച് കുട്ടികളെ എടുത്ത് പഠിപ്പിച്ചു. അന്ന് നമ്മൾ സ്കൂളിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. കുറച്ച് കുട്ടികളെ എടുത്ത് നമുക്ക് ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കാം. അങ്ങനെയാണ് 6th സ്റ്റാൻഡേർഡിൽ തുടങ്ങുന്നത്, പഠിപ്പിച്ചു തുടങ്ങുന്നത്. ആ ഒരു 6th സ്റ്റാൻഡേർഡിൽ ആ ഒരു വർഷത്തെ ആനുവൽ ഡേ ആണ് ഫസ്റ്റ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിനുശേഷം സ്കൂളിലുള്ള എല്ലാ പ്രോഗ്രാംസിനും നമ്മുടെ എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല മറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് വിളിക്കും. പ്രിൻസിപ്പൾ തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. ഷഹർബാൻ മാം ആയിരുന്നു അന്നത്തെ പ്രിൻസിപ്പൾ. ഇന്ത്യൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ മാമാണ്. പിന്നെ അങ്ങോട്ട് പ്രോത്സാഹനം എല്ലാം മാമായിരുന്നു. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് UAE ആണ്. അതെ. അപ്പോ നൃത്തം പഠിച്ചു തുടങ്ങിയ 3-3.5 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങിയത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിപ്പിച്ചു തുടങ്ങിയത്. വളരെ ചെറുപ്പത്തിൽ പഠിച്ചു. അതെ. ശരി. ഈ ഇത്രയും വർഷക്കാലം എന്ന് പറയുമ്പോഴേ, ഇപ്പൊ ഈ കഴിഞ്ഞ കാലം ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പും പിൻപും ഒരു 2 കാലഘട്ടം നമ്മുടെ എല്ലാ കാര്യങ്ങളും എടുക്കുമ്പോഴും ഉണ്ട്. ഈ കൊറോണ കാലത്താണ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ, എല്ലാ മേഖലകളിലും ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് കേട്ടു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നൃത്തത്തിന്റെ ABCD അറിയാത്ത എനിക്ക് പോലും ഓൺലൈൻ ക്ലാസ് കേൾക്കുമ്പോൾ അയ്യോ അത് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് എന്താ പറയുക? നമുക്ക് ഓൺലൈൻ ക്ലാസ് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ബിഗിനേഴ്സിന് എപ്പോഴും നല്ലത് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, കോവിഡ് ടൈമിന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു 1 month ക്ലാസ് എടുത്തപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ, നോർമൽ സ്കൂളുകളിൽ തന്നെ KG ആ സമയത്ത് ഉണ്ടായിരുന്ന KG കുട്ടികൾക്കൊന്നും ബേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോഴും ഇഷ്യൂസ് ആണ് കുട്ടികൾക്ക്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഡാൻസിനും. നമുക്കൊരു നല്ല ബേസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു 3 വയസ്സായാലും 3.5 വയസ്സായാലും അതാണ് ഏറ്റവും നല്ല ഏജ്, പഠിക്കാനുള്ള ഏജ്. ആ സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു 1 year ആണെങ്കിൽ 2 year ആയാലും എപ്പോഴും നല്ലത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെയാണ്. അനുപമയുടെ ജീവിതത്തിൽ ഈ വർഷം, അതായത് 2024 ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച നമ്മൾ ഒരിക്കലും മറക്കാനാകാത്ത ഒന്നാണ്. അതായത് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാന ഏകപാത്ര നൃത്താവിഷ്കാരം ചെയ്തു എന്ന് പറയുന്നത് ഓരോ മലയാളിക്കും നമ്മുടെ കൊച്ചു കേരളത്തിനും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള ആ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാമോ? നമ്മള് സാധാരണ ഗുരുവായൂര് ക്ലാസിക്കൽ ഐറ്റംസ് തന്നെയാണ് കൂടുതലും ചെയ്യാറ്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ 3 വർഷം അതിന് കാത്തിരുന്നിട്ട് കാര്യം നടന്നില്ല. അപ്പോഴാണ് എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ, അത് എന്റെ ലൈഫിൽ നടക്കുന്ന എല്ലാം കോയിൻസിഡൻസ് ആണ്. കോയിൻസിഡൻസ് പോലെ എനിക്കൊരു ഒരു വയ്യായിക വന്നിട്ടുണ്ടായിരുന്നു, ഒരു കോൾഡ് പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഞാനപ്പാനെ ഞാൻ വീട്ടിലിരുന്ന് ഫുള്ള് കേൾക്കുന്നത്. നമ്മൾ കേൾക്കാറുണ്ട്, എന്നാലും ഫുള്ള് കേൾക്കുന്നത്. അപ്പോൾ ഒരു ആലോചന വന്നു, എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ. അപ്പോൾ ആ ഒരു മാസമാണ് ഞാൻ ഗുരുവായൂർ പോകാനും ഒരു ഇടയുണ്ടായി, പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നി എന്തായാലും അതൊന്ന് ചെയ്യണം. ഭഗവാൻ അതാവും ഇഷ്ടം, അതുകൊണ്ടാവും എൻ്റെ 3 വർഷത്തെ ഇത് മുടക്കി. ഇപ്പോൾ എനിക്കിത് അങ്ങനെയാണ് ഗുരുവായൂരത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഭഗവാൻ ഇഷ്ടമുണ്ടെങ്കിലേ നമ്മൾ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സബ്ജക്റ്റ് അതൊരു ഡിഫറെന്റ് സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് എപ്പോഴും എൻ്റെ ഐറ്റംസിൽ, ക്ലാസിക്കലായാലും കവിതകളായാലും എന്തായാലും അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം, ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഐറ്റം എൻ്റെ മനസ്സിൽ തോന്നി ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ ഒരാളുടെ മാത്രം എഫേർട്ടല്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ സോങ് എടുത്ത് ചെയ്താൽ അതിനൊരു
ഒരു പുതുമ ഉണ്ടാവില്ല എന്ന് കണ്ടിട്ടാണ് നമ്മൾ അതിനൊരു മ്യൂസിക് ഡയറക്ടറിനെ സമീപിച്ച് പുതിയൊരു രീതിയിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ അതിനുശേഷം ഓരോ ഘട്ടങ്ങളും വളരെ വളരെ ഈസി ആയിട്ടാണ്, നമുക്കൊരു മുടക്കം ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഭംഗിയായിട്ട് അതൊരു 45 മിനിറ്റ് നമുക്കതൊരു വളരെ നന്നായി ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്റ്റായിട്ട് തന്നെ മാറി. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഗുരുവായൂർ ചെന്ന് നമ്മൾ സ്ലോട്ട് എടുത്താൽ സാധാരണ ചെയ്യുക. 1.5 മണിക്കൂറാണ് അവിടെ സ്ലോട്ട് കിട്ടുക. അങ്ങനെ അവിടെ ചെന്ന് സമീപിച്ചപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് തന്നെയാണ് പോയി സംസാരിച്ചത്. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 1.5 മണിക്കൂർ എന്തായാലും നടക്കില്ല, ഒരു 3 മണിക്കൂറെങ്കിലും സെറ്റിങ്സോട് ചെയ്യണം എന്നാണ് ആദ്യം കരുതിയത്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം വരുന്നുണ്ട്, അവരുടെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ സ്ലോട്ട് എടുക്കാൻ ചെന്ന ആ ഒരു സിറ്റുവേഷനെ മാറി അവിടുത്തെ ക്ഷണപ്രകാരം ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ ക്ഷണപ്രകാരം ആ ഒരു പരിപാടി ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും ഗുരുവായൂർ ഓർക്കുമ്പോ പി ലീലാമ്മയുടെ ശബ്ദത്തിൽ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനം ഓർക്കാത്ത ഒരു മലയാളിയും ഇല്ല. അതെ, അതിനെ വേറൊരു തരത്തിൽ 45 മിനിറ്റ് സ്റ്റേജിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, അത് കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു ഒരു മലയാളി എന്ന നിലയ്ക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയൊക്കെയായിരുന്നു അപ്രോച്ച് ചെയ്തത്? ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞല്ലോ, കൂടെ ഉണ്ടായിരുന്നവരാരൊക്കെയാണ്? നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു പ്രോജക്ട് ഹെഡ് എന്ന് പറയുന്നത് മിസ്റ്റർ അക്ബർ അൽക്കരയായിരുന്നു. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഹിദായത്ത് ജാഫറാണ്. ഈ ഡാൻസിന്റെ നിങ്ങൾക്ക് ടീസർ ഉണ്ടായിരുന്നു, ഇതിന്റെ ടീസർ റിലീസ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഇത് പുറം ലോകം അറിയണം, ജസ്റ്റ് ഡാൻസിൽ മാത്രമായിട്ട് ഇത് അറിയില്ല, അത് മേ ബി എല്ലാ ആൾക്കാരിലും എത്തില്ല എന്ന് വിചാരിച്ച് നമ്മളൊരു 4 ടീസർ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ. അപ്പൊ ആ ടീസറിന്റെ ഡയറക്ടർ ഹിദായത്ത് ജാഫർ ആയിരുന്നു. ഹിദായത്ത് വളരെ പ്രശസ്തനാണ്, യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാ രീതിയിലും പുള്ളിക്കാരൻ ഡയറക്ടറാണ്, വ്യക്തിയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ടീം തന്നെ ഇതിനു വേണ്ടിയിട്ട്, അതായത് അപ്പോഴാണ് ഈ പറയുന്ന ടീസറിന്റെ ഭാഗമായി അവർ വന്നതും. ഇത് ഒരാൾ മാത്രമല്ല, ഹിദായത്ത് ഉണ്ടായിരുന്നു, അക്ബർക്ക് ഉണ്ടായിരുന്നു, വരുൺ ഉണ്ടായിരുന്നു, ആനന്ദ് ഉണ്ടായിരുന്നു, നെഹൂം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ടീം വർക്കായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ശരി. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, പല ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ടാവാം, കലാകാരന്മാർക്കും കലാകാരികൾക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ അതിനൊരു കുറവില്ലല്ലോ, കലാകാരന്മാർക്കും കലാകാരികൾക്കും. ആരെങ്കിലും ഇങ്ങനെ നേരത്തെ 5 മിനിറ്റോ അല്ലെങ്കിൽ 1 അവറോ ഒക്കെ ഗ്രൂപ്പായിട്ടോ ഒക്കെ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് ഈ ഒരു ഐറ്റം ഈവൻ ക്ലാസിക്കൽ ഐറ്റം ഉണ്ട്. ഒരു 7 മിനിറ്റ്സിന്റെ ജ്ഞാനപ്പാനയുടെ ക്ലാസിക്കൽ ഐറ്റം തന്നെ ഉണ്ട്. ജ്ഞാനപ്പാനയുടെ പല വെർഷൻസ് ഉണ്ട്, ഒരുപാട് വെർഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു 45 മിനിറ്റ് സിംഗിൾ ആയിട്ട് നിന്ന് ഈ ഇത്രയും ഖണ്ഡങ്ങൾ ഒരുമിച്ച് കളിക്കുക എന്ന് പറയുന്നത് അതൊരു എളുപ്പമല്ല. അത് ഒരുപാട് നാളത്തെ ഒരു പ്രാക്ടീസും ഒരുപാട് നാളത്തെ എന്താ പറയാ പ്രാക്ടീസിന്റെ ഇത് മാത്രമല്ല, അതൊരു ഡിവൈൻ ഒരു പവർ ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തും, ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സിൽ എന്ത് ഐറ്റമും, പ്രത്യേകിച്ച് ഭഗവാന്റെ ഒരു ഐറ്റം ആണെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വളരെ വളരെ നന്നായി നടന്നു എന്ന് തന്നെയാണ്, ഭഗവാനായിട്ട് ചെയ്യാൻ പറ്റി. നേരത്തെ ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ടും 5 മിനിറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. 45 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരാള് ചെയ്തത് വേറെ ഒന്നും ഇല്ല. നമ്മള് ഇതുവരെ ഞാൻ കേട്ടിട്ടൊന്നും ഇല്ല അങ്ങനെ. നമ്മളുടെ നിലവിൽ ഇനി ആരെങ്കിലും കളിക്കുമെന്ന് അറിയില്ല. എനിവേ ഇതുവരെ കേട്ടിട്ടില്ല. അഥവാ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ മറ്റൊരു കാര്യം, ഇതിപ്പോ നമ്മുടെ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാന 45 മിനിറ്റ് ചെയ്ത ഏകപാത്ര നൃത്താവിഷ്കാരം ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് എത്തുന്നു എന്ന് കേട്ടു. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും അതിനെ കുറിച്ച് പറയാം. നമ്മളത് എലിജിബിലിറ്റി ഓൾറെഡി അയച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അതിനൊരു റിപ്ലൈ വന്നപ്പോഴാണ് നമുക്ക് എനിവേ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു മനസ്സിലായത്. അപ്പൊ അതിന് എനിവേ എലിജിബിലിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വരുന്ന ഇതിപ്പോ നമ്മുടെ 2024 കഴിയാണ്, 25 ഗൾഫിൽ വെച്ചിട്ട് ഒരു പെർഫോമൻസ് ഉണ്ട്. എന്റെ ഗൾഫിലുള്ള എന്റെ സുഹൃത്തുക്കളും എന്നോട് ഇഷ്ടമുള്ള എന്റെ സ്റ്റുഡൻസ് എന്ന് പറയില്ല, എന്റെ മക്കൾക്കും എല്ലാവർക്കും കാണാം. ഇപ്പോൾ ചോദിക്കാറുണ്ട്, മാം ഞാൻ കാണണ്ടേ ചോദിക്കാൻ. അപ്പൊ അതിനു വേണ്ടി ഒരു പെർഫോമൻസ് ഞങ്ങൾ വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പെർഫോമൻസിൽ അവര് ലൈവായിട്ട് വന്ന് നമ്മൾ അവരെ കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം സ്പോട്ടിലാണ് അവര് ഈ പറയുന്ന അവാർഡായാലും എന്തെങ്കിലും തരാം. രണ്ടിന് എലിജിബിലിറ്റി വന്നിട്ടുണ്ട്. ഏഷ്യ റെക്കോർഡ്സിലും വന്നിട്ടുണ്ട്, ഗിന്നസിലും വന്നിട്ടുണ്ട്. നമ്മളെ പോലെ എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. ഗുരുവായൂർ വെച്ച് നടക്കുമ്പോൾ തന്നെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഇത് എങ്ങനെയൊന്ന് കാണാൻ പറ്റുന്ന ഒരു ആഗ്രഹമുണ്ട്. അതിനൊരു സാധ്യത വരെയാണ്. എല്ലാവിധ ആശംസകളും. പിന്നെ ഇപ്പൊ ഇതിന്റെ ടീസർ റിലീസിന് എനിക്കും പങ്കെടുക്കാൻ സാധിച്ചത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ടീസർ റിലീസിൽ ഒരുപാട് പേരുടെ ആശംസകൾ കണ്ടിരുന്നു. അതിൽ ശ്രീമതി ഉമാപ്രേമൻ, കുമിത്തിയിൽ വെന്തരിയുന്ന വ്യക്തികൾക്ക്, മനുഷ്യർക്ക്
സാന്ത്വനമേകുന്ന അല്ലെങ്കിൽ ഒരു ദാഹജലം സാന്ത്വനത്തിന്റെ രൂപത്തിൽ എത്തിക്കുന്ന വലിയൊരു സ്ത്രീരത്നം തന്നെയാണ് അവർ. അപ്പോ ഉമാപ്രേമന്റെ ആശംസകൾ അതിൽ കാണുകയുണ്ടായി. എങ്ങനെയാണ് ഉമാപ്രേമനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ചാരിറ്റി തോട്ട്സുമായിട്ട് അനുപമ എന്ന നർത്തകി ചേർന്ന് നിൽക്കുന്നത്?